ഓഗസ്റ്റ് 9 മുതൽ സെപ്റ്റംബർ 9 വരെയുള്ള സാമാന്യ ഫലമാണിവിടെ പറയുന്നത്. ഇതിൻ്റെ കൂടാതെ ജാതകക്കാൾ കൂടി പരിശോധിച്ച് ഗുണദോഷങ്ങൾ വിലയിരുത്തേണ്ടതാകുന്നു. ഓരോ നാളിൻ്റെയും ഫലങ്ങൾ നോക്കാം. അശ്വതി നാളുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിലെ ഫലം എന്തെന്ന് നോക്കിയാൽ, കാര്യകാരണങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നത് വഴി കാര്യവിജയം നേടാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഉദരരോഗത്തിന് സാധ്യത കൂടുതലാണ്. ആഹാരകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശത്രുക്കൾ കൂടി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. അനാവശ്യ യാത്രകൾ ചെയ്യാൻ ഇടവരും. അതുകൊണ്ട് തന്നെ യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാകുന്നു. അടുത്ത നക്ഷത്രം ഭരണി. ഭരണിയെക്കുറിച്ച് നോക്കിയാൽ ആഡംബര വസ്തുക്കൾക്കായി പണം അധികം ചെലവഴിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന കാലമാണെങ്കിലും രോഗങ്ങൾ വരാൻ ഇടയുണ്ട്. യാത്രകളിൽ ശ്രദ്ധ വേണം. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ കാലതാമസം നേരിടും. വിദ്യാർത്ഥികൾ തന്നിഷ്ടം പ്രവർത്തിക്കരുത്. ഓരോ കാര്യവും ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യുക. യുക്തിപൂർവമായ സമീപനം ഗുണം ചെയ്യും. അടുത്തത് കാർത്തിക നക്ഷത്രത്തെപ്പറ്റി നോക്കുമ്പോൾ, ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരും. അനാരോഗ്യത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കാതെ വരും. സ്ഥാനചലനത്തിന് സാധ്യത കൂടുതലായി കാണുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും പിന്മാറുന്നതാണ് ഇപ്പോൾ നല്ലത്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. അടുത്തത് രോഹിണി. പ്രയാസങ്ങളെ മനസ്സിൻ്റെ കരുത്തിൽ അതിജീവിക്കും. വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബിസിനസ് നല്ല രീതിയിൽ നടക്കുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിന് അയവ് വരില്ല. അനാവശ്യ കാര്യങ്ങൾക്കായി അലച്ചിലുകൾ ഉണ്ടാകും. ഏഷണിയിൽ വീണ് മനസ്സുഖം നഷ്ടപ്പെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. അടുത്തത് മകയിരം. സ്വന്തം ചുമതലകൾ മറന്ന് പ്രവർത്തിക്കുന്നതിനാൽ കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുന്നും പിന്നും നോക്കാതെയുള്ള തീരുമാനത്താൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ്. വാഹനങ്ങൾക്ക് പണം ചെലവാക്കും. വാഹനം മേടിക്കാനും ഉള്ള വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കുറച്ചധികം പണം ചെലവഴിക്കേണ്ടി വരും. മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. സൗഹൃദങ്ങൾ മനസ്സിന് സന്തോഷം പകരും. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ ശ്രമിക്കണം. അടുത്തത് തിരുവാതിര. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. പ്രവർത്തന മേഖല വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതനാകും. അതായത് ജോലിഭാരം കൂടുതലാകും. സുഹൃത്തുക്കളുടെ സഹായം അത്യാവശ്യഘട്ടത്തിൽ ഉപകരിക്കും. പ്രണയബന്ധത്തിൽ വിള്ളലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഏത് വിഷയത്തെയും സന്തുലിത മനോഭാവത്തോടുകൂടി അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസം ആർജിക്കും. അടുത്തത് പുണർദം. നന്നായി ചിന്തിച്ചു മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മക്കൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കും. മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയേറെയാണ്. അതിൽ കുറച്ച് ശ്രദ്ധ വേണം. ബന്ധങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്താൽ കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുക. വസ്തുതർക്കത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അടുത്തത് പൂയം. ജോലിഭാരം വർദ്ധിക്കും. കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള മെച്ചം ജീവിതത്തിൽ ദൃശ്യമാകില്ല. പണം അനാവശ്യമായി ചെലവാകും. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പുണ്യയാത്രകളോ ഉല്ലാസയാത്രകളോ കുടുംബവുമായി ചെയ്യാൻ സമയം കണ്ടെത്തണം. അടുത്തത് ആയില്യം. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നല്ല പരിശ്രമം വേണ്ടിവരും. വീട് പണിയുന്നവർ തടസ്സങ്ങളിലൂടെ കടന്നുപോകും. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും ഉപേക്ഷാ മനസ്ഥിതിയും ഉണ്ടാകും. അതിൽ നിന്നും അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം. സ്വജനങ്ങളിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അടുത്തത് മകം. ആവശ്യമില്ലാത്ത ഭയവും മനപ്രയാസവും അനുഭവിക്കാനിടയുണ്ട്.
നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക. ക്ഷേത്രങ്ങളിൽ പോകാൻ സമയം കണ്ടെത്തുക. വിദ്യാർത്ഥികൾക്ക് സമയം അത്ര നല്ലതല്ല. ഏതു കാര്യത്തിനും കാലതാമസം നേരിടുന്ന സമയം കൂടിയാണ്. വാക്കുതർക്കങ്ങൾ പരിഹരിക്കുവാൻ മുന്നോട്ടിറങ്ങി അതിൽ അപകീർത്തി നേടാൻ സാധ്യത കൂടുതലുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധയോടെ പ്രവർത്തിക്കുക. അടുത്തത് പൂരം. സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയാതെ വരുന്നതിനാൽ മേലുദ്യോഗസ്ഥരുടെ ശാസന കേൾക്കേണ്ടതായി വന്നേക്കാം. സുഹൃത്തുക്കളുമായി ഭിന്നതയിലാവാതെ ശ്രദ്ധിക്കണം. വിവാഹാദി കാര്യങ്ങളിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അഭിപ്രായത്തിൽ തീരുമാനം കൈക്കൊള്ളണം. അടുത്തത് ഉത്രം. നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കും. ആരോഗ്യകാര്യത്തിൽ ഏറ്റെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഗുണം കാണും. ഈശ്വരാധീനം എല്ലാ രംഗത്തും ഗുണം ചെയ്യുന്ന സമയം കൂടിയാണ്. വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം. പകർച്ചവ്യാധികൾ പിടികൂടാതെ സൂക്ഷിക്കണം. അടുത്തത് അത്തം. ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കും. പഴയ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കാനിടയുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. വിവാഹകാര്യത്തിൽ തീരുമാനമാകും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾക്ക് സമയം കണ്ടെത്തും. കടബാധ്യതകൾ തീർക്കും. ഇതിനെല്ലാം കാരണം ഈശ്വരചിന്ത കൂടുന്നതിനാലാണ്. കരാർ ജോലിയിൽ നിന്നും നല്ല പുരോഗതി ഉണ്ടാകും. അടുത്തത് ചിത്തിര. സ്വന്തമായി വ്യവസായത്തിൽ ഏർപ്പെടുന്നവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും. കീഴ് ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാനിടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. ദീർഘദൂര യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. അടുത്തത് ചോതി. കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും. മേലധികാരികളുടെ സഹായത്താൽ ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും. ആരാധനാലയങ്ങൾ സന്ദർശിക്കാനിടവരും. ആധ്യാത്മിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. അടുത്തത് വിശാഖം. വ്യാപാര മേഖലയിൽ പുരോഗതിയുണ്ടാകും. അലസതയും ഉദാസീന മനോഭാവവും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. അനാവശ്യ വാക്കുതർക്കം മാനസികാസ്വസ്ഥം വർദ്ധിപ്പിക്കും. മേലധികാരികളുടെ സഹായം അത്യാവശ്യ ഘട്ടത്തിൽ ഗുണകരമാകും. അറിയാതെ ചെയ്തു പോയ അബദ്ധങ്ങൾ തിരുത്തുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും യോഗമുണ്ട്. അടുത്തത് അനിഴം. പുത്രന്മാരുടെ അഭിവൃദ്ധിയിൽ ആഹ്ലാദിക്കും. ദേഷ്യം, വാശി ഇവയൊക്കെ നിയന്ത്രിക്കണം. കുടുംബക്ഷേത്രത്തിലെ പൂജകളിലും മറ്റും പങ്കെടുക്കും. രാഷ്ട്രീയക്കാർ ആസൂത്രണ മികവിനാൽ പ്രശംസിക്കപ്പെടും. വാക്കുതർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ആശയവിനിമയത്തിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് തൃക്കേട്ട. പ്രവർത്തന രംഗങ്ങളിൽ കാര്യക്ഷമത പ്രകടിപ്പിക്കും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. ഭവന നിർമ്മാണം ആരംഭിക്കും. ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ഉദ്യോഗാർത്ഥികളെ നല്ല അവസരങ്ങൾ തേടിയെത്തും. അപരിചിതരുമായി ആത്മബന്ധത്തിൽ നിന്നും അബദ്ധങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം. അടുത്തത് മൂലം. വിപരീത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ശുഭാപ്തി വിശ്വാസം വിട്ടുകളയരുത്. വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. ചതിപ്രയോഗത്തിൽ വീണുപോകാൻ ഇടയുണ്ട്. തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് പൂരാടം. ഉത്തരവാദിത്വപരമായ പെരുമാറ്റം ചിലപ്പോഴെങ്കിലും കൈമോശം വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. പകർച്ചവ്യാധികൾ പിടിപെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിന് പങ്കാളിയുടെ തന്മയത്തോടെയുള്ള സമീപനം സഹായിക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തി മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ ഇടയുണ്ടാകും. അടുത്തത് ഉത്രാടം. ദമ്പതിമാർക്കിടയിൽ മത്സര മനോഭാവം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മുൻപിൻ നോക്കാതെയുള്ള തീരുമാനം കൈക്കൊള്ളരുത്. വ്യാപാരത്തിൽ അലസത വെടിഞ്ഞ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ്.
അനാവശ്യ ചിലവ് നിയന്ത്രണ വിധേയമാക്കണം. യാത്രകൾ കരുതലോടെ ചെയ്യുക. കള്ളന്മാരിൽ നിന്നും ഉപദ്രവമുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം കൂടിയാണ്. അടുത്തത് തിരുവോണം. ഭയം മനസ്സിനെ പിടികൂടും. അനാവശ്യമായ ഉത്കണ്ഠകൾ വരാൻ ഇടയുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ അലട്ടും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന സ്വഭാവം പ്രകടിപ്പിക്കും. കൂടുതൽ സമയം പ്രാർത്ഥനയിൽ മുഴുകേണ്ടതുണ്ട്. ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദ ബന്ധം പ്രയോജനപ്പെടും. ഭക്ഷണത്തിലെ ശ്രദ്ധക്കുറവ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വീഴ്ച, ചതവ് എന്നിവ വരാതെ സൂക്ഷിക്കണം. അടുത്തത് അവിട്ടം. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. നയപരമായ തീരുമാനങ്ങളിലൂടെ എല്ലാവരുടെയും പ്രശംസ നേടും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും. ജോലിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മാനസിക സംഘർഷം ഏറും. സ്ത്രീകൾ മൂലം അപമാനമേൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി ശ്രദ്ധിക്കണം. അടുത്തത് ചതയം. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാനിടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ ശരിയായ വഴിക്കല്ലെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറും. എല്ലാ കാര്യത്തിലും വളരെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളണം. അടുത്തത് പൂരുരുട്ടാതി. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടനിലനിൽക്കരുത്. അപമാനിതരാകാൻ സാധ്യത കൂടുതലാണ്. കീഴ്ജീവനക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടരുത്. അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നേട്ടങ്ങൾ കൈവരിക്കാൻ കുറച്ച് കാലതാമസം വരുമെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അമിതവിശ്വാസത്താൽ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടയുണ്ട്. അടുത്തത് ഉത്രട്ടാതി. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻപേ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയില്ല. വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും തടസ്സം വരാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. അടുത്തത് രേവതി. മാന്യത വിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യരുത്. മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം. അർപ്പണബോധവും കഠിനാധ്വാനവും ഉയർച്ച നൽകും. ഈശ്വര പ്രാർത്ഥന വഴി എല്ലാത്തരം നിഷേധാത്മകതകളും ഇല്ലാതാക്കാൻ കഴിയും. അഗ്നി, ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്.